8ാം തവണയാണ് ഈ ഭഗവതി ലോട്ടറി ഏജൻസിക്ക് ബമ്പർ സമ്മാനം അടിക്കുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടല്ലോ, പലഹാരങ്ങൾ ബാക്കിയുണ്ടോ? ഇല്ലാട്ടോ, ഒന്നുമില്ല കേട്ടോ. പലഹാരങ്ങൾ എല്ലാം കഴിഞ്ഞു, എല്ലാം കൊടുത്തു കഴിഞ്ഞു. കൊടുത്തു കഴിഞ്ഞു. ഇതാ അതാ ഏറ്റവും ലാസ്റ്റ് ഐറ്റം, അവസാന ഐറ്റമാണ് ഇത്. എത്രാമത്തെ ഐറ്റം? ഇത് 7ാമത്തെ ഐറ്റം. എവിടെന്നാ തുടങ്ങിയത്? ലഡു എന്നാണ്? ലഡുവിൽ നിന്നും തുടങ്ങിയതാണ്. ഇപ്പൊ തീരുമെന്നൊന്നും പ്രതീക്ഷയില്ല. ഞങ്ങൾ വീണ്ടും ഒരു 10 കിലോ ലഡുവിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ എത്തുന്നതായിരിക്കും. ഇനിയിപ്പോ ബേക്കറിയിൽ എന്താ ബാക്കിയുള്ളത്? ബേക്കറിൽ ഒന്നും തന്നെ ബാക്കിയില്ല. കുറച്ച് സോഡാ സർബത്തും ഫ്രഷ് ലൈമും മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് കൊടുക്കാം. ഇനി അതെങ്കിലും കൊടുക്കും. ഞങ്ങൾ അതായിട്ടിട്ടാണെങ്കിലും സന്തോഷം ആഘോഷിക്കുന്നതായിരിക്കും. അതാണ്, അത്രത്തോളം ആഘോഷിക്കാനുള്ള സന്തോഷം ഇവർക്കുണ്ട്. കാരണം ഇരട്ടി മധുരമാണ്. ബമ്പർ സമ്മാനം അടിച്ചതും ഈ ഭഗവതി ലോട്ടറി ഏജൻസിക്കാണ്. ഒപ്പം 3ാം സമ്മാനമായ 50 ലക്ഷം രൂപ അടിച്ചതും ഈ ലോട്ടറി ഏജൻസിക്കാണ്. ഈ 50 ലക്ഷം രൂപ അടിച്ച ആൾക്ക് നേരത്തെയും കഴിഞ്ഞ തവണയും ഓണം ബമ്പറിൽ 3ാം സമ്മാനമായ 50 ലക്ഷം രൂപ അടിച്ചിരുന്നു. ഈ 50 ലക്ഷം അടിച്ചയാൾക്ക് ഇത് 2ാം തവണയാണ് ഈ ലോട്ടറിയുടെ മധുരം തേടിയെത്തുന്നത്. അങ്ങനെ വലിയ ആഘോഷം, വലിയ തരത്തിലുള്ള ആഘോഷം ഈ ഭഗവതി ലോട്ടറി ഏജൻസിയിൽ നടക്കുന്നുണ്ട്. ഒപ്പം ഈ ലോട്ടറി അടിച്ചയാൾക്കായുള്ള ഈ നെട്ടൂർ സ്വദേശിക്കുള്ള തെരച്ചിലും കൂടി ഇവിടെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഈ തിരക്കൊക്കെ ബഹളമൊക്കെ മാറിക്കഴിയുമ്പോൾ ഈ ഒന്നുകിൽ ഈ ലിജീഷിനടുത്തേക്കോ അല്ലെങ്കിൽ ഭഗവതി ലോട്ടറി ഏജൻസിയിലേക്കോ എത്തുമെന്നൊരു പ്രതീക്ഷയാണ് ഇവർ പങ്കുവെക്കുന്നത്. അങ്ങനെ വലിയ തരത്തിലുള്ള ആഘോഷങ്ങൾ, ഈ ബമ്പർ സമ്മാനത്തിന്റെ മധുരം അങ്ങനെ അവർ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇരട്ടി മധുരമാണ് ഈ ഭഗവതി ലോട്ടറി ഏജൻസി സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. ബമ്പർ സമ്മാനമായി 25 കോടി രൂപയും അടിച്ചു. ഒപ്പം 3ാം സമ്മാനമായ 50 ലക്ഷം രൂപയും അടിച്ചു. അങ്ങനെ ഈ ലിജീഷ് എന്ന നെട്ടൂർ സ്വദേശിയായ ഈ INDC ജംഗ്ഷനിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ഏജന്റാണ് ഈ ഭഗവതി ലോട്ടറി ഏജൻസിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തത്. ആ ഏജന്റിനാണ് 1ാം സമ്മാനമായ 25 കോടി രൂപ അടിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ നെട്ടൂർ സ്വദേശിയായുള്ള യുവാവ്, ഈ ലോട്ടറി അടിച്ച ആൾ എവിടെ എന്ന ചോദ്യം ഇവരൊക്കെ ചോദിക്കുന്നുണ്ടോ. വൈകാതെ തന്നെ അയാളെ കണ്ടെത്താനാവുമെന്നൊരു പ്രതീക്ഷയും സന്തോഷമൊക്കെയാണ് ഇവിടെയുള്ള ആളുകളിൽ കാണാനാകുന്നത്. ശ്രുതി. ഓക്കെ ഷബാസ്, തുടരുക. നമുക്ക് ഗോകുൽനാഥിലേക്ക് കൂടി പോകാം. ഗോകുൽ, ഈ ഭാഗ്യശാലിയെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ്. ഇപ്പൊ നേരത്തെ സ്വാതന്ത്ര്യം പറഞ്ഞിരുന്നു, നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോയിലെ കുറെ പേര് അവർക്ക് തന്നെയാണ് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്, എന്തായാലും അടിച്ചിരിക്കുന്നത് ഇത്തവണ ഭാഗ്യവാന്മാരെന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആർക്കും ഉണ്ടാവില്ല, നമ്മളിവിടെ കൊച്ചിക്കാരെടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഏകദേശം സൂചന ലഭിക്കുന്നത്. നെട്ടൂർ അടിച്ചിരിക്കുന്ന ആണ് സാധ്യതയുള്ളത്. എന്ത് തോന്നുന്നു, എങ്ങനെയാണ് അവിടെ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നത്? ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലെ ഭഗവതി ഏജൻസിയിൽ നിന്നാണ് ഈ ടിക്കറ്റ് പോയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ ലോട്ടറി ഏജൻസി വലിയ കമാനങ്ങളും ഒക്കെ ഒരുക്കിയാണ് ഇത്തരത്തിൽ ആളുകളെ ഇങ്ങോട്ട് ക്ഷണിക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും ഇപ്പോൾ ആറ്റിങ്ങൽ ഈ ലോട്ടറി ഏജൻസിയുടെ ഉടമ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഈ വിൽപ്പന? നമുക്ക് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ ഈ വർഷം വിറ്റുപോയിരിക്കുന്നത് നമ്മുടെ ഏജൻസി വഴിയാണ്. ഏകദേശം 5.5 ലക്ഷം ടിക്കറ്റിലധികം. ഇവിടെ നിന്നാണ് എറണാകുളത്തേക്ക് പോയത്? ഇവിടെ നിന്നാണ് എല്ലാ ടിക്കറ്റുകളും എല്ലാ ബ്രാഞ്ചുകളിലേക്കും, നമുക്ക് 28 ബ്രാഞ്ചുകളാണ്. അതിലെല്ലാ ബ്രാഞ്ചുകളിലേക്കും നമ്മുടെ ഈ ഓഫീസ് വഴിയാണ്, മുകളിലുള്ള ഈ ഓഫീസ് വഴിയാണ് നമുക്ക് ടിക്കറ്റുകളെല്ലാം ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പം ഈ 1ഉം 3ഉം സമ്മാനങ്ങൾ അടിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. 2 3ാം സമ്മാനങ്ങൾ അടിച്ചിട്ടുണ്ട്. അത് പാരിപ്പള്ളി കടയിൽ ഒന്നുണ്ട്. അതേപോലെ ഇതേ വൈറ്റില കടയിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ച വൈറ്റില കടയിൽ തന്നെ ഒരു സമ്മാനം കൂടെ അടിച്ചിട്ടുണ്ട്, ഈ 3ാം സമ്മാനം. വലിയ സന്തോഷത്തിലാണ് ജീവനക്കാരും അതേപോലെ തന്നെ ഉടമസ്ഥനും ഒക്കെ ഉള്ളത്. കാരണം ഇതിപ്പോൾ ആദ്യത്തെ തവണയൊന്നുമല്ല, പലപ്പോഴായി ഇത്തരത്തിൽ സമ്മാനം തേടിയെത്തിക്കൊണ്ടേയിരിക്കുന്നു. നമുക്കിതിപ്പോ 7ാമത്തെ പ്രാവശ്യമാണ്. നമുക്ക് ബമ്പർ സമ്മാനങ്ങളായിട്ട് 7ാമത്തെ സമ്മാനമാണ്. തിരുവോണം ബമ്പറിൽ ഇത് 3ാമത്തതാണ്. 7 കോടിയുണ്ട്. അതുപോലെ 2025 അനൂപിന് കിട്ടിയത് ട്രിവാൻഡ്രം, അത് വളരെ ഫേമസ് ആയതാണ്. 25 കോടി. 2000 ഈ എങ്ങനെയാണ് ഈ കട ഫേമസ് ആവുന്നത്? നമ്മുടെ കട ശരിക്കും 2015 7 കോടി നമ്മുടെ വിൽപ്പനയിൽ വീണിരുന്നു. ആ സമയത്തായിരുന്നു നമുക്ക് കൂടുതൽ ആൾക്കാരിലോട്ട് നമ്മുടെ സ്ഥാപനം പേരെത്തിയത്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് ഉയർച്ച തന്നെയാണ്. കാരണം നമുക്ക് 250-ലധികം 1ാം സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ബമ്പർ അല്ലാതെ. ബമ്പർ സമ്മാനങ്ങളിൽ 7 എണ്ണം അടിച്ചിട്ടുള്ള ഒരു ഏജൻസി പോലും ഉണ്ടാവാൻ വഴിയില്ല. കാരണം അത്രത്തോളം. അത് മാത്രമല്ല, ഓണം ബമ്പറിൽ 3ാമത്തെ 1ാം സമ്മാനം, ഇത് 25 കോടി, ഇത് 2ാമത്തതാണ്. ലോട്ടറി കച്ചവടം തീരെ ചെറിയൊരു കച്ചവടമല്ല. കാരണം നമുക്ക് ഇത്ര ജീവനക്കാരെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ലോട്ടറി ഇപ്പോഴും വിറ്റുപോകാൻ ഇനി ഉണ്ടായിരുന്നോ? എല്ലാം വിറ്റുപോയി. സന്തോഷമുണ്ട്. ഭഗവതിക്ക് ഫസ്റ്റ് അടിച്ചതിൽ സന്തോഷം, വളരെ സന്തോഷം. ഒക്കെ സന്തോഷത്തിലാണ്. പക്ഷേ ഈ ഭാഗ്യവാൻ ഇവിടെയല്ല, എറണാകുളത്താണ്. പക്ഷേ ഇവിടെ നിന്നാണ് ടിക്കറ്റ് പോരെന്നുള്ള ഒരു സന്തോഷത്തിലുമൊക്കെയാണ് ഉള്ളത്. പക്ഷേ ഉടമ കൂടി നമ്മളോടൊപ്പം പങ്കുചേർന്നു. കാരണം കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി നിരന്തരം ഈ ഏജൻസിയിൽ നിന്ന് ലോട്ടറികൾ പോകുന്നു. ആ ലോട്ടറികൾക്കൊക്കെ സമ്മാനം നേടുന്നു. ഇപ്പം 1ഉം 3ഉം സമ്മാനത്തിലേക്കൊക്കെ കാര്യങ്ങൾ നയിക്കുന്നു. അതും 25 കോടിയിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ ഉള്ളൊരു സന്തോഷത്തിലുമൊക്കെയാണ്. എന്തായാലും എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. നിരന്തരം കോളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. വലിയ സന്തോഷത്തിലാണ് നിലവിൽ ഈ ആറ്റിങ്ങലെ ഭഗവതി ഏജൻസിയുടെ ഉടമയുള്ളത്. തീർച്ചയായിട്ടും. എന്തായാലും ആ സന്തോഷം ഏറ്റവും അധികം ആർക്കാണ് എന്നുള്ളത് കൂടിയാണ് ഇനി അറിയേണ്ടത്. ആ ടിക്കറ്റ് എടുത്ത ആൾ, ആ ഭാഗ്യവാൻ ആരാണ് എന്ന്